ഈ തേൻ മ്യൂസിയത്തിലേക്ക് നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? പല വിധത്തിലുള്ള മ്യൂസിയം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? അങ്ങനെ ഒരു മ്യൂസിയം ശരിക്കും നമ്മുടെ കേരളത്തിലുണ്ട്. നമുക്കറിയാം, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന അമൂല്യമായ ഒരു ഭക്ഷ്യവസ്തു തന്നെയാണല്ലേ തേൻ. ഈ തേൻ എങ്ങനെയാണ് സംസ്കരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വളരെ കൗതുകമാണ്. നമ്മുടെ വീട്ടിലെ ചെറിയൊരു കൂട് തന്നെ കണ്ടാൽ പോലും നമ്മൾ അതിനെ കൗതുകത്തോടെ നോക്കും, അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലേ? അപ്പോൾ ഇത് എങ്ങനെയാണ് സംസ്കരിക്കുന്നത്? എത്ര തരം തേനുണ്ട്? തേനീച്ചകളുടെ കൂടുതൽ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇങ്ങനെ തേനീച്ചകളെയും തേനിനെയൊക്കെ കുറിച്ച് എല്ലാവർക്കും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വയനാട്ടിലേക്ക് പോകുക. വയനാട്ടിലെ പഴയ വൈത്തിരിയിലെ ഹണി മ്യൂസിയത്തിൽ ചെന്നാൽ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായി തന്നെ അറിയാം. മനോഹര കാഴ്ചയുമായിരിക്കും. വൈത്തിരി സ്വദേശിയായ ഉസ്മാൻ മാതിരിയാണ് ഇത്തരത്തിലൊരു വ്യത്യസ്തമായ മ്യൂസിയം അവിടെ തുടങ്ങിയിരിക്കുന്നത്. ഒരു വലിയ രീതിയിലുള്ള പ്രോജക്റ്റ് വരാൻ പോവാണ്. ഒരു 5 ഏക്കർ ലാൻഡിൽ നമ്മൾ ഇപ്പൊ ലൈവ് ബീസിനെ കാണാം. അതേപോലെ തന്നെ ഹണി മ്യൂസിയം, വയനാടൻ പ്രോഡക്റ്റുകൾക്കൊക്കെ പ്രത്യേക കൗണ്ടറുകൾ, അതിലുപരി തേനിന്റെ ടെസ്റ്റിങ്ങിന് വേണ്ടി. ഇപ്പൊ നമുക്ക് ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ തേനിന്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇവർക്ക് ലാബ് ടെസ്റ്റ് ഒക്കെയാണ്, റിപ്പോർട്ടുകളൊക്കെയാണ് കാണിക്കുക. പക്ഷെ ഇനി നമ്മൾ ലാബ് പോലും ഉള്ള രീതിയിലാണ് നമ്മളുടെ പുതിയ പ്രോജക്റ്റ് വരുന്നത്. ആളുകളൊക്കെ തേനിന്റെ ആവശ്യക്കാരായിട്ട് വരുന്ന സമയത്ത് നമ്മളോട് ഇത് ഒറിജിനൽ തേനാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അതിനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കേൾക്കാത്ത പോലെ നിൽക്കും. അപ്പോൾ പറയും കുട്ടികൾക്ക് കൊടുക്കാനാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ആളുകൾ നമുക്ക് തരുന്നു, നിങ്ങൾക്ക് ഞങ്ങളത് തരുന്നു, ഞങ്ങൾ അതിന്റെ ഒരു മീഡിയേറ്റർ മാത്രമാണ് എന്നാണ് ആദ്യമൊക്കെ നമ്മൾ പറയാം. നമ്മളൊരു ഗ്യാരണ്ടി പറയില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ വന്ന സമയത്താണ് നമുക്ക് സൊസൈറ്റികളിൽ പോലും കിട്ടുന്ന തേന് ഫേക്ക് ഹണിയാണ് എന്ന് പറഞ്ഞിട്ട് പത്രവാർത്ത വരെ, അത് സൊസൈറ്റികൾ വരെ അടച്ചിടുന്ന ഒരു രീതി ഇവിടെ ഉണ്ടായിരുന്നു, ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ശുദ്ധമായ തേനെ എങ്ങനെ വിപണിയിലേക്ക് ഇറക്കാമെന്നുള്ള ഒരു ചിന്ത വരുന്നത്. ഇപ്പൊ ഹണി മ്യൂസിയത്തിൽ ഒരാൾ വരികയാണെങ്കിൽ അവർക്കൊരു 30 രൂപന്റെ ടിക്കറ്റ് എടുത്തിട്ട് ഹണി മ്യൂസിയത്തിലേക്ക് കയറുകയാണെങ്കിൽ ഇവർക്ക് തേനിനെ കുറിച്ചിട്ടും തേനിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടും തേനിന്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ചിട്ടും അതിലുപരി തേനീച്ചക്കൂട്ടിൽ നടക്കുന്ന കൗതുകങ്ങളുണ്ട്. ഒരു തേനീച്ച തേനെടുക്കുന്നത് മുതൽ അത് തേനായി നെക്ടർ, മധു എന്നാ പറയാ, പൂക്കളിൽ നിന്നുള്ള പാനീയത്തിന് ആ മധു നെക്ടർ എടുക്കുന്നത് മുതൽ അത് തേനാവുന്നത് വരെയുള്ള പ്രോസസ്സിങ് നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ തേനീച്ചകൾ വിരിഞ്ഞിറങ്ങുന്നത്, ഹണിബി മെയ്റ്റിങ്, അതൊക്കെ വലിയ സ്റ്റോറിയാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഹണിയിലുള്ള ഹണി സോപ്പ്, ഹണി ഷാമ്പു, അങ്ങനെ ഹണി വെറൈറ്റീസ് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം. അതേപോലെ തന്നെ സ്പൈസസുകൾ പർച്ചേസ് ചെയ്യാം. അതേപോലെ വയനാടിൻ്റെതായ പല വിഭവങ്ങളുണ്ട്. ഇതെല്ലാം ആളുകൾക്ക് പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് പോകാം. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള പാർക്ക് സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഹണി മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ കാണാനുള്ളതും അവർക്ക് ആസ്വദിക്കാനുള്ളത്. എം കമൽ നമ്മുടെ കൂടെ ഉണ്ടത്. കമൽ, അദ്ദേഹം പറഞ്ഞത് വലിയൊരു കാര്യമാണ്. ശരിക്കും ഈ വിപണിയിലുള്ളത് നമ്മൾ കഴിക്കുന്നതൊക്കെ ശുദ്ധമായ തേനാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെ ഉറപ്പുവരുത്തും? പലപ്പോഴും പറ്റാത്തൊരു കാര്യമാണ്. അവിടെയാണ് ഇവർ വ്യത്യസ്തരാകുന്നത്. ശരിക്കും ഇങ്ങനെയുള്ള കാര്യമൊക്കെ പലയിടങ്ങളിലും ഉണ്ടാകുക എന്നുള്ളത് ഇങ്ങനെയുള്ള കർഷകരെയൊക്കെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിരിക്കും. അങ്ങനെയാണ് അവർ തേൻ ലഭ്യമാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, വലിയ സെറ്റപ്പ് ഒക്കെയാണ്. നമുക്ക് ചെന്നാൽ അവർ 100% ഗ്യാരണ്ടി ഒക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് പ്രവർത്തനമൊക്കെ? നമ്മൾ പലതരം മ്യൂസിയങ്ങൾ സന്ദർശിക്കാറുണ്ട്, കാണാറുണ്ട്. വയനാട്ടിൽ തന്നെ ടീ മ്യൂസിയം ഉണ്ട്, ചായയുടെ ചരിത്രമൊക്കെ പരിചയപ്പെടുത്തുന്ന. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായാണ് ഒരു ഹണി മ്യൂസിയം. പഴയ വൈത്തിരിയിലാണ് ഈ ഹണി മ്യൂസിയം ഉള്ളത്. പഴയ വൈത്തിരി ആ സ്ഥലത്ത് തന്നെ സ്വദേശിയായ ഉസ്മാൻ മദാരിയാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചതും അങ്ങനെ ഒരു മ്യൂസിയം തുടങ്ങിയതും. അദ്ദേഹം ആ പഴയ വൈത്തിരിയിലെ തോട്ടം തൊഴിലാളികളുടെ